ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോഴിമുട്ട കൊണ്ടുള്ള പ്ലേറ്റ് നിറയെ സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയും ഒരു പച്ചമുളകും ഒരു വറ്റൽമുളകും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചായക്കടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അതും ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന അളവിൽ എടുത്താൽ മതിയാകും. കൂടുതൽ മുട്ട എടുക്കുന്ന സമയത്ത് കൂടുതൽ എല്ലാ ചേരുവകളും കൂടുതൽ എടുക്കുക. പിന്നെ ഞാനൊരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ സാധാരണ ഇടിയപ്പം അതുപോലെ തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരും. വെള്ളം അത് വളരെ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒന്നായിട്ട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം നോക്കാം, ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഓയിൽ കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വരുന്ന ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒന്ന് ആക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുഴച്ചെടുത്ത ആ സമയം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതൊന്ന് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയതിന് ശേഷം ഫോർക്ക് കൊണ്ടൊരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ അടയാളമൊന്നും കാണണമെന്നില്ല. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസിയായ ഏതൊരു ഷേപ്പിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെറുതെ ഇത് ഉരുട്ടിയിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നീളത്തിലൊരു ഫിംഗറിൻ്റെ രൂപത്തിലാക്കിയിട്ട് അങ്ങനെയും ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എരിയൻ 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡും ഇതേപോലെ ഒന്ന് ഡിസൈൻ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മതി. അപ്പം അതേ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ഇതേപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല. എത്രണ്ണം വേണമെങ്കിലും ഒപ്പം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 2 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉള്ളൊക്കെ. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കോഴിമുട്ട ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഒരു എരിയൻ 4 മണി പലഹാരമാണ്. ഒരു കോഴിമുട്ട കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. അതും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ.
ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.